നമസ്കാരം, BTSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ഒരു അതിഥിയുണ്ട്, അഭിരാം രാധാകൃഷ്ണൻ. ഒരു വലിയ രീതിയിലുള്ള പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല. അഭിരാമിൻ്റെ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇപ്പം അറിയാം. അത്രത്തോളം അല്ലേ, ഇപ്പം എണ്ണിയാൽ തീരാത്തത്ര സിനിമകളിലൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അഭി. എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്കുള്ള വഴി? പയ്യന്നൂരിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം എത്രയുണ്ടായിരുന്നു ആ സമയത്ത്? പയ്യന്നൂരിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. കാരണം പയ്യന്നൂരിൽ നിന്ന് സിനിമ എന്ന് പറഞ്ഞ ലക്ഷ്യമായിട്ട് പോയ ആളല്ല ഞാൻ ഇവിടുത്തെ കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠനത്തിനായിട്ട് പോയത് ഗുജറാത്തിലേക്കാണ്. അതെ. പിന്നെ അവിടുന്ന് അത് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി അന്വേഷണം തുടങ്ങി. അങ്ങനെ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ച് കുറച്ചു കാലം നടന്നു. ഒടുവിൽ എനിക്ക് ജോലി കിട്ടിയ സ്ഥലം കൊച്ചിയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അവിടുത്തെ എറണാകുളത്തുള്ള സിനിമ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. സ്വതവേ നമ്മൾ അന്നൂരുകാരനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് കല നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നിക്കലും നാടകമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ സംവിധാനമായിട്ടായിരിക്കാം. അത്തരത്തിൽ എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്തൊരു ഹോബീസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാഷനൊക്കെ എന്തായിരുന്നു? പാഷനൊന്നും എനിക്കറിയില്ല. ഞാനത് ഇങ്ങനെ വീട്ടിൽ വാശി പിടിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. ഓർഗാനിക്കലി എൻ്റെ കുടുംബത്തിലും എൻ്റെ അമ്മാവന്മാരുടെ സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാബുവേട്ടനുണ്ട്, ബാബു അന്നൂര്, സുധീറേട്ടൻ, മനോഹേട്ടൻ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്നെ നാടകം പഠിപ്പിക്കുന്നത് കണ്ണദാസ് എന്ന് പറഞ്ഞിട്ട് അന്നൂരുള്ള കണ്ണേട്ടനാണ്. ഇത് നെറ്റ്വർക്ക് ചാനലായതുകൊണ്ട് പയ്യന്നൂർ ആൾക്കാർ കാണുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. കണ്ണേട്ടനാണ് ശരിക്കും ആദ്യം. ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ആതിരക്കുട്ടിയുടെ പാവാന്ന് അങ്ങനെ എന്തായിരുന്നു നാടകത്തിൻ്റെ പേര്. ഫസ്റ്റ് നാടകം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കണ്ണേട്ടനെ നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നത്, അന്നൂരിൽ കാണുന്നതാണ് കണ്ണേട്ടനെ. പക്ഷെ അയാൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അഭിനയിക്കുമ്പോൾ വേറൊരാളായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് നാടക അഭിനയത്തിനോടുള്ള ഒരു അഭിനിവേശമൊക്കെ ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞെടുത്തോളം അഭിനയം ആയിരുന്നില്ല അഭിനിവേശം, സംവിധാനമാണ് അവിടത്തേക്കാണ് ലക്ഷ്യമെന്നാണ് അഭിനയെ കുറിച്ച് മനസ്സിലാക്കി തോന്നുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അഭിനയമാണോ സംവിധാനമാണോ? സംവിധാനം ഞാൻ നാടക സംവിധാനം ചെയ്തിട്ടുണ്ട്, സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. ചെയ്യും. സഹസംവിധായകനായിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് അഭിയെ കിട്ടിയത് ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ സിനിമയിൽ സഹസംവിധായകൻ കൂടിയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പ്രത്യേകിച്ച് കാരണം വെച്ചാല് നമ്മളെപ്പോഴും സിനിമ അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിലും നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസരം എല്ലാവർക്കും കിട്ടുന്നില്ല, കിട്ടുന്നവർ അത് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ സൗഹൃദം സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്നോടുള്ള സ്നേഹവും എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും, അതുപോലെ സമീർ തായർ, ഷൈജു ഖാലിദ് തുടങ്ങിയ ആ ഒരു ടീം, അവർ എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം, അത് ഇപ്പോഴും ആ വിശ്വാസം തകർക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ശ്രമം തന്നെയാണ്. അതൊക്കെ നമ്മളിപ്പോൾ കണ്ടു വളർന്ന ഒരു ലെജൻഡ് ഭരതൻ, അദ്ദേഹത്തിന്റെ ഒരു മകൻ ചെയ്യുന്ന ഒരു സിനിമയിൽ ഇപ്പൊ സഹസംവിധായകനായി പോകാൻ പറ്റി. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ എക്സൈറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഒരു പയ്യന്നൂരുകാരന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിരിക്കും. പക്ഷേ എക്സൈറ്റ്മെന്റ് പയ്യന്നൂരുകാരന്റെ അല്ല, എക്സൈറ്റ്മെന്റ് ഏതൊരാളുടെ ആയിരിക്കും, ഏതൊരു മലയാള സിനിമ കണ്ട ഒരാളുടെയും. കാരണം എനിക്ക് ഓർമ്മ, ഞാൻ സിദ്ധുബായി അടുത്ത് എപ്പോഴും പറയുന്നത്, കാരണം വെച്ചാൽ ഞാൻ +2 പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. ഞാൻ കണ്ടങ്ങാളി സ്കൂളിൽ +2 പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത് ഇവിടെ രാജധാനിയിൽ. അപ്പോൾ ആ സിനിമ വന്ന് കണ്ടത്, അയാളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഹൈ ഉണ്ടല്ലോ, അത് അവിടെ തീർന്ന്. പിന്നെ അതിന് ശേഷം ഫ്രണ്ട്സ് ആയില്ലേ, പിന്നെ അതില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഒരുപാട് ഭരതൻ സാറിൻ്റെയും KPSC ലളിതയുടെയും ആ ഒരു ജനറേഷൻ്റെ ഒരുപാട് കഥകൾ സിദ്ധുബായി പറഞ്ഞിട്ട് നമുക്ക് വളരെയധികം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിദ്ധുബായിയുടെ അടുത്ത് പറഞ്ഞു, സിദ്ധുബായി, ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു ആൻഡ് ഹി സെഡ് കം വർക്ക് വിത്ത് അസ്. നമ്മളെല്ലാവരും സിനിമ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരെ നീയുമ്പോ അങ്ങനെയാണ് കൂടി. പിന്നെ അതൊരു അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ്. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ? ഇല്ല, തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തിരിഞ്ഞു നോക്കുക? അങ്ങനെ ഒരു ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പുറകിലാരുണ്ടോ മുന്നിലാരുണ്ടോ നോക്കിയിട്ടൊന്നുമല്ല.
എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും അന്നും ഇന്നും എല്ലാം. അതെ, എനിക്ക് തോന്നുന്ന കാര്യം ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക അല്ലേ. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫ്രണ്ട് സർക്കിളിൽ അവിടെ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ അവർ വിശ്വാസത്തോടു കൂടി ഒന്നല്ല അതിന് പിറകെ സിനിമകൾ തരുന്നുണ്ട്. അത് എത്രയും നന്നായി ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട്. അല്ല, അവർ ഇപ്പൊ ജാനകിമാർ നല്ലൊരു ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മഞ്ഞുമൽ വരുമ്പോഴത്തേക്കും ഏറ്റവും നല്ലൊരു ക്യാരക്ടർ തന്നെ അതിൽ ചെയ്യാൻ പറ്റും. 10 പേർക്കും ഒരുപോലെയാണ്. മഞ്ഞുമല്ല് ഇതാണെങ്കിൽ ജാനമല്ല് വളരെ നല്ല മഞ്ഞുമല്ലല്ല. ഞാനത് വേറൊരു ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതായത് മഞ്ഞുമല്ല് ഈ ബോയ്സ് ടൂറിന് പോകുന്ന പറഞ്ഞാൽ 11 പേരാണ്. അതായത് ഒരു ക്രിക്കറ്റ് ടീമിന് 11 ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഈ 11 ആൾക്കാരും വേണം ഫീൽഡിൽ, എന്നാലേ കളി നടക്കുള്ളൂ. അതെ, ആ സിനിമയിലും കുറച്ചൊരു ക്രിക്കറ്റ് പ്രേമിനെ പോലെ തന്നെ ആയിരുന്നു അല്ലേ പ്രസന്റ് ചെയ്തത്. അത് ആ റിയൽ അനിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാൾ ഈ കൂട്ടത്തിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങനെ വലിയ റിസർച്ചിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. ചിദംബരത്തിന്റെ ഒരു ബ്രീഫായിരുന്നു. ലൈക്ക് അനില് കുറച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ അത്രേ ഉള്ളൂ. അതെ, അതൊരു സംവിധായകൻ എന്ന നിലയിൽ ചിദംബരം അത് ശരിക്കും ഒരു ഹാർഡ് വർക്ക് അതിന് പിന്നിൽ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരെയും വാർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം പിന്നീടുള്ള ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ ആ റിയൽ ബോയ്സിനെ കാണുമ്പോഴാണ് നിങ്ങൾ എത്രമാത്രം അവരോട് നീതി പുലർത്തി ഓരോരാളും. അതായത് മഞ്ഞുമല്ലിന് മുന്നേ ഞാൻ അവൻ്റെ കൂടെ വർക്ക് ചെയ്യണത് ജാനമല്ലാണല്ലോ. അപ്പോൾ ജാനമല്ല് ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പേട്ട ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ് ഓട്ടോ അത് സാധനം. അപ്പോൾ എന്തോ ഒരു സാധനം എടുത്തിട്ട് സാർ ഇത് എവിടെ വെക്കേണ്ടത് എന്താ ചോദിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു കാഷ്വലായിട്ട്. പാവം പറഞ്ഞു, അപ്പേട്ടാ നിങ്ങളുടെ ക്യാരക്ടറെ ഫുൾ പ്ലസൻ്റാണ്. അതായത് ഒരു ചിരി എപ്പോഴും എന്തിലും വേണം. ഡയറക്ഷനാണ് കേട്ടോ അത്. ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡയറക്ഷൻ. അതൊരു ഫീഡിങ് ആണ്. ആ ഫീഡിങ്ങിലാണ് ഞാൻ അത് തുടങ്ങിയത്. ബാക്കി പിന്നെ അതിന്റെ കഥ മുന്നോട്ട് പോകുന്നത് അപ്പുറത്ത് മരണം സംഭവിക്കുന്നു. അവിടെ പോയിട്ട് ചിരിക്കൂലല്ലോ, കോമൺ സെൻസ് അല്ലേ. പിന്നെ അത് ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യം അവനും വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു സംശയവും വന്നിട്ടില്ല. ബിക്കോസ് ആ സ്ക്രിപ്റ്റ് അത്രയും സോളിഡ് ആയിരുന്നു. അതെ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ചന്ദ്രേട്ടനെ എവിടെയാ, അപ്പോൾ അതിൽ നമുക്കൊരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ MLA ഒക്കെ ഒരു ഇത് കിട്ടി. അതിനുശേഷവും രാഷ്ട്രീയക്കാരൻ്റെ റോളുകൾ വന്നു. അതുപോലെ തുടരെ പോലീസുകാരുടെ റോള് വന്നു. പക്ഷേ അവിടെ ഒന്നും ടൈപ്പായി പോകുന്നില്ല. ഒരു പോലീസുകാരനല്ല മറ്റൊന്നിൽ. അത് എങ്ങനെയാണ് ഈ ഒരു വൈവിധ്യം കൊണ്ടുവരാൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ഞാൻ ശ്രമിക്കുന്നൊന്നുമില്ല. കിട്ടുന്ന എല്ലാ സിനിമയും ചെയ്യാന്നുള്ള തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ തിരഞ്ഞെടുത്തിട്ടല്ല ചെയ്യുന്നത് റോൾസ് ഇപ്പോൾ ആസ് ഓഫ് നൗ. നമുക്ക് സിനിമ ഒരു തൊഴിലും കൂടെയാണ്. പിന്നെ നമുക്ക് സിനിമയിൽ തന്നെ നിലനിൽക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓക്കെ, നമ്മൾ കിട്ടുന്ന സാധനങ്ങൾ വളരെ നന്നാക്കാൻ ഡയറക്ടർ പറയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറ്. അല്ലാതെ ഞാനായിട്ട് അങ്ങനെ ഒരു അതെ, നമ്മളിപ്പം നാടകം ചെയ്തു വന്നു എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ സിനിമ തന്നെയായിരുന്നു വലിയൊരു സ്വപ്നമെന്ന് പറഞ്ഞു. പിന്നെ ഈ ആർട്ടിലേക്കൊക്കെ എങ്ങനെയാണ് മാറിപ്പോയത്? അല്ലെങ്കിൽ ഗുജറാത്തൊക്കെ നമ്മുടെ പയ്യനോട് നിന്ന് ഗുജറാത്തിലൊക്കെ പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ അത്ര കോമൺ ആയിരുന്നില്ലല്ലോ. ശരിക്കും കോമൺ ആയിരുന്നെന്ന് വെച്ചാൽ ഞാൻ പോയത് എൻ്റെ 2 അമ്മാവന്മാർ അവിടെ ബറോഡയിൽ പഠിച്ച ആൾക്കാർ. അവിടെ ഒരമ്മാവൻ അവിടെ ഓൾറെഡി പ്രൊഫസറായ സമയത്താണ് ലൈക്ക് എന്നെ. അപ്പോൾ അതുകൊണ്ട് എന്റെ കുടുംബത്തിനെ സംബന്ധിച്ചോളം അത് പുതിയതല്ല, കോമൺ ആണ്. ബാക്കി പുറത്തുനിന്ന് കാണുമ്പോഴായിരിക്കും. പക്ഷെ എൻ്റെ 2 ജയറാം പൊതുവാൾ, അദ്ദേഹം ഇപ്പോൾ അവിടെ ആർട്ടിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ് ബറോഡയിൽ. എൻ്റെ അമ്മാവനാണ്. അശോകൻ പൊതുവാൾ പയ്യന്നൂരിലെ പഴയകാലത്തെ എല്ലാവർക്കും അറിയുന്ന ആളാണ്. അശോകൻ പൊതുവാൾ എൻ്റെ മൂത്ത അമ്മാവനാണ്. കൃഷ്ണകുമാർ, CP കൃഷ്ണകുമാർ എൻ്റെ ഏറ്റവും മൂത്ത അമ്മാവനാണ്. അദ്ദേഹം അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അങ്ങനെ ഇല്ല. അതെ, അപ്പോൾ ചെറുപ്പം മുതൽ ഇപ്പം ചിദംബരം, ഗണപതി അവരൊക്കെ അയൽവാസികളായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അയൽവാസികളല്ല, അവരെൻ്റെ കസിൻസ് കൂടിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പോഴും? ഞാൻ ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞിട്ട് പോയല്ലോ. പിന്നെ ഇവര് ചിതു ട്രിവാൻഡ്രത്തായിരുന്നു. ഗണു പയ്യന്നൂർ കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്നു. പയ്യന്നൂർ കോളേജിന്റെ വരാന്ത അവൻ കണ്ടിട്ടുണ്ടെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവൻ വലുതായി വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചിതൂര്. പക്ഷെ
പിന്നെ എറണാകുളത്ത് വെച്ച് ജാനമ്മൻ്റെ കുറച്ച് മുന്നേയൊക്കെ ആ ജാനമ്മൻ തുടങ്ങിയ ആ കോവിഡിന് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചിതുവും ഗണമൊക്കെ ആയിട്ട് എറണാകുളത്തിൽ നമ്മൾ വീണ്ടും ഒന്നിങ്ങനെ ഇതാവുന്നു. അപ്പൊ ഈ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് വളർന്ന ആ ഒരു ചിദംബരം ഇപ്പൊ ഇത്രയും വലിയൊരു സംവിധായകനായി ആളുടെ കൂടെ വർക്ക് ചെയ്തപ്പോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആളുടെ ഒരു വളരെ എന്താ ഭയങ്കര ഒരു എന്താ സന്തോഷം എന്നല്ല ഇതിന് പറയേണ്ടത്. അതായത് നമ്മളൊരാളല്ല, വെരി പ്രൗഡ് ഓഫ് ഹിം. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇല്ല, ഞാൻ അവനെ അന്നും പണ്ടേ ഞാൻ അവനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് റീഡിങ് ഉണ്ട്, അവന് ഒരുപാട് വേറെ തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാ കഴിവുകളെയും റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ. അത് അവനത് പിന്നെ അവനവനെ ചെയ്യുന്ന സമയത്ത് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി, അത് സന്തോഷം. ഇനിയിപ്പോ ഞാൻ ചോദിച്ച പോലെ തന്നെ സംവിധാനം എന്നൊരു കടമ്പയാണ് മുന്നിലുള്ളത്. അവിടത്തേക്ക് ഓൾമോസ്റ്റ് എത്തി തുടങ്ങിയോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ പരിപാടികളൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെന്നാണോ അല്ല മറ്റൊരു കഥയിൽ ചെയ്യണമെന്നാണോ? കഥ സ്വന്തമാണ്, എഴുത്ത് നോക്കാം, ഇങ്ങനെ എഴുതി വരും എന്തായാലും. കാരണം വെച്ചാൽ നമ്മൾ ആക്ച്വലി സിനിമ ഞാൻ ഇപ്പോൾ ഒരു വാർത്ത വന്നു വിചാരിച്ചോ, ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഞാനിപ്പോൾ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, അപ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കണ്ട, അവനെ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ അവനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ചിലപ്പോൾ അതിനെ വിളിക്കണ്ടെന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെയല്ല, ലൈക്ക് ഐ ഹാവ് ദാറ്റ് ടൈമിങ്. ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് മൂവീസ് ഉണ്ട് ഈ വർഷം എൻ്റെ വരെ. അപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഡയറക്ടോറിയൽ പ്രൊജക്റ്റിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെ. അപ്പോൾ ഇത്രയും നാൾ അഭിനയിച്ചുകൊണ്ടിരുന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ മലയാളത്തിനും പുറത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ? എന്ത് അഭിനയിക്കുന്നു? മറ്റു ഭാഷകളിലേക്ക് അഭിനയം ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. വിളിക്കണ്ടേന്നാ? ഇല്ല, ഞാനങ്ങനെ അഭിനയത്തിന് മലയാളത്തിലാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കണ്ടിട്ട് അത് അല്ലേ, അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മൊത്തം ഇന്ത്യയിൽ പരന്ന് നടക്കുന്ന കഷ്ടപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞാൻ മലയാള സിനിമയുടെ ആരാധകനാണ്, മലയാള സിനിമയിൽ തന്നെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. അതെ, കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഹിന്ദി സിനിമയാണ്, ഇംഗ്ലീഷ് സിനിമയാണെന്നൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മലയാളം തന്നെയാണ്. ഹിന്ദി ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോഴത്തെ ഹിന്ദി സിനിമകളൊന്നും എനിക്ക് അങ്ങനെ വർക്കാവുന്നില്ല. കാരണം ഞാൻ ഒരു പഴയ കാലത്തെ ഹിന്ദി സിനിമകളൊക്കെ ഞാൻ വളരെ ഷാറൂഖ് ഖാൻ്റെ ഒക്കെ നല്ല ടൈമിലുള്ള ഹിന്ദി സിനിമകൾ കണ്ടു വളർന്നതാണ്. കാരണം അറിയാലോ, ഞാൻ 91 നമ്മളെ വീട്ടിൽ TV വരുന്ന 91 91 അപ്പോൾ ഷാറൂഖ് ഖാൻ മറ്റേ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, സീരിയലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് ഉള്ള ഹിന്ദി കണ്ടന്റുകളോട് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പ്ലസ് മലയാളം ഓൾസോ, രാംജി സ്പീക്കിംഗ് തൊട്ട് ദേവാസുരം എല്ലാം നമ്മൾ ഭയങ്കര നരസിംഹം വരെ. ആ ഒരു സമയത്തെ ഹീറോ നമ്മുടെ സങ്കല്പത്തിലായിരിക്കും ഷാറൂഖ് ഖാൻ തന്നെ ആയിരുന്നോ? ഷാറൂഖ് ഖാൻ, ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി എല്ലാവരും ഹീറോസ് ആയിരുന്നു. അല്ലല്ല, എല്ലാവരും ഹീറോസ് തന്നെയായിരുന്നു. കാരണം സുരേഷ് ഏട്ടൻ കുറവായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ലാലേട്ടൻ വാസ് വെരി മൈ ഫേവറേറ്റ്. മമ്മൂക്ക പിന്നെ നമ്മൾ ഈ ആക്ടിങ് എന്ന് പറഞ്ഞ പരിപാടിനെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് മമ്മൂക്ക ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് വാട്ട് ഈസ് ഡൂയിങ് ഈസ് വെരി ഗ്രേറ്റ് എന്ന് തോന്നിയത്. പക്ഷെ ലാലേട്ടൻ അങ്ങനെ അല്ലായിരുന്നു. ലാലേട്ടൻ വളരെ ഓർഗാനിക്കായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ മമ്മൂക്ക ചെയ്ത കഥാപാത്രങ്ങൾ, വേഷപ്പകർച്ചകൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ആസ് ആൻ ആക്ടർ അത് പിൽക്കാലത്താണ് മനസ്സിലായത്. അതാണ്. പക്ഷേ ഈ ഷാറൂഖ് ഖാനോടുള്ള ബഹുമാനവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ആക്ടർ ആയതുകൊണ്ട് ഒന്നുമല്ല, അത് ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടമാണ്. അത് ചെറുപ്പം മുതലുണ്ട്, ഇപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട്, ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞു, കുറേ സിനിമകളുണ്ട്, അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം കഥ കയ്യിലുണ്ട്, ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇനി അതിലേക്കൊന്നൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷ്വൽ ആർട്സ്. ഓക്കെ, വിഷ്വൽ ആർട്സ് എന്താ ഞാൻ പറയാ, ആക്ച്വലി ഞാൻ ഒരു പ്രാക്ടീസിങ് ആർട്ടിസ്റ്റ് അല്ല. ഐ മീൻ എനിക്ക് വരക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കാനോ ഒരു പെയിൻറ്റിങ് വരക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ കളർ ചെയ്യാൻ പോലും അറിയാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഇൻക്ലിനേഷൻ വാസ് ടുവേർഡ്സ് റൈറ്റിംഗ് ഓൾവേസ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എഴുതാനുള്ള ഒരു ഇതുകൊണ്ടാണ് എന്നെ ആർട്ട് ഹിസ്റ്ററി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞൊരു കോഴ്സിന് അവർ സജസ്റ്റ് ചെയ്തത്.
പക്ഷെ അവിടെ ഇപ്പോൾ എനിക്കത് അറിയാമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. ഐ മീൻ എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അവരുടെ സ്റ്റുഡിയോയിൽ പോയിരുന്നിട്ട് ഇത് ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ട് അശോക് മാമൻ വീട്ടിൽ ഉള്ള സമയത്തെല്ലാം മരിച്ചുപോയി. ഇപ്പോൾ അശോക് മാമൻ ജീവിച്ചിരിപ്പില്ല. ഇത് ഉണ്ടാക്കുന്ന ശില്പങ്ങൾ, ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഇതെല്ലാം കണ്ട് ആരാധനയോട് ഇരിക്കുന്ന, ഞാനൊരു കലയോട് വളരെ ആരാധനയുള്ളൊരു വ്യക്തിയാണ്. ഏത് കലയോടും. കല മാത്രമല്ല, വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലും സജീവമായി അച്ഛനടക്കമുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു വഴി എങ്ങനെയാണ്? രാഷ്ട്രീയത്തിനോടുള്ള താല്പര്യം എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിനും താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെ പോലത്തെ ഒരാളാ. അവര് ഡിസേർവ് ചെയ്യുന്നില്ല നമ്മളെന്നാണ്. അല്ല, അവർക്ക് അല്ല, അത് അങ്ങനെയല്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത രീതി വേണം. ആ ജീവിത രീതി എനിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അതായിരിക്കും. അതുകൊണ്ട് ആ വഴി മാറി ചിന്തിച്ചതാണോ? അത് കോളേജ് കലാലയ ജീവിതത്തിലൊക്കെ രാഷ്ട്രീയം നിങ്ങൾ പെൺകുട്ടികളെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ആൺകുട്ടികളെ കാര്യം. ഈ +2 കഴിയുന്ന കാലഘട്ടത്തിലൊന്നും നമ്മ പറയുന്ന വാക്കിലൊന്നും യാതൊരു വിലയില്ല. ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് പക്ഷേ ആ പ്രായത്തിലൊക്കെ ആയാൽ മതി. നമുക്ക് എന്താണെന്ന് അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നില്ല. മേ ബി അവർ നമ്മളെ കുറിച്ചിട്ട് വേറെ രീതിയിലൊരു അവർക്ക് കൂടുതൽ ജീവിതാനുഭവം ഉണ്ട് എന്നെക്കാളും കൂടുതൽ. അപ്പം ഞാൻ അനുസരിച്ചു. അതെ. അപ്പോൾ ഒരു ചെറുത് കാലം മുതൽ തന്നെ നമുക്കൊരു റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മൾ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? കണ്ടു വളർന്നിട്ടുണ്ടായിരുന്നോ? വീട്ടിൽ ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. മറ്റുള്ളവർക്കും ഇപ്പം കണ്ടുപിടിക്കാം, എന്നെ കണ്ടുപിടിച്ചോളൂ എന്ന ഒരു കോൺഫിഡൻസിലേക്ക് അങ്ങനെ ആരെയും റോൾ മോഡലാക്കിയിട്ടില്ല. ഒരാളെയും ഞാൻ അനുകരിക്കുന്നില്ല. ഒരു തരത്തിലും ആരെയും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ എന്നെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞില്ല, ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര്, ഫോളോ ചെയ്യുന്നില്ല ആരും. ഇല്ല, ഞാൻ ആദ്യം ചോദിച്ചല്ലോ, നമ്മൾ പയ്യന്നൂരുകാർക്ക് സിനിമ ആ സമയത്തൊക്കെ കുറേയും കൂടി വിദൂരതയിലുള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് ബാബുവേട്ടനൊക്കെ പറഞ്ഞ പോലെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് അത്ര അപ്രാപ്യമായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും വടക്കിൻ്റെ മണ്ണിലോട്ടൊക്കെ സിനിമ വന്ന് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാ, ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലെത്തിയ ആളാണ്. അത് സിദ്ധാർത്ഥ ഭരതൻ തന്നെയാണ് അതിൻ്റെ കാരണം. അതേതായിട്ടുള്ള സൗഹൃദം മാത്രമാണ് എന്നെ സിനിമയിലേക്ക്. ഇല്ലെങ്കിൽ ഞാൻ സിനിമ എന്നല്ല, എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷനോട് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. ഞാൻ കമേഴ്ഷ്യൽസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിഷ്വൽ എന്നിട്ട് അച്ഛൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ 2007 ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം. അച്ഛൻ പറഞ്ഞു വെറുതെ അവിടെ പോയിട്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയ പോയിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അവർ അഡ്മിഷൻ തരില്ല, അതിനൊരു എക്സ്പീരിയൻസ് വേണം. എന്നിട്ട് അച്ഛനൊരു കത്തെഴുതി തന്നു ജോൺ ബ്രിട്ടാസിന്. ഞാൻ തിരുവനന്തപുരത്ത് കൈർലീൻ്റെ ഓഫീസിൽ പോയി ബ്രിട്ടാസ് സാറിനെ കണ്ടു. എന്ന് പറഞ്ഞ് എനിക്ക് അപ്പം ഇൻറ്റേണായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ അവിടെ ഞാൻ എന്നിട്ട് അവരുടെ പ്രോഗ്രാമിൽ ഇൻറ്റേണായിട്ട് 2 ദിവസം വർക്ക് ചെയ്ത് അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. 3-ാമത്തെ ദിവസം പോകണമായിരുന്നു, ഞാൻ പോയില്ല. സ്വാഭാവികം. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലാക്കിയിരുന്നു. അപ്പം തന്നെ എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെയിൽ ഞാൻ അപ്ലൈ ചെയ്ത്, SRFTയിൽ അപ്ലൈ ചെയ്ത്, ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ 3 സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തു ഡിഗ്രിക്ക് ശേഷം. FTIയിൽ എൻ്റെ എക്സാം പാസ്സായി, ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി പോയി. SRFTയിലും ജാമ്യയിലും എക്സാമിൽ പോയി, പിന്നെ ഞാൻ നിർത്തി. പക്ഷേ എങ്കിലും നമ്മുടെ വഴി കൃത്യമായി മുന്നിൽ തുറന്ന് ഇവിടെ വരെ എത്തി അല്ലേ? കുറച്ചുകൂടി ഫോക്കസ് ആയിരുന്നെങ്കിൽ കുറേയും കൂടി മുന്നേ എത്തുമായിരുന്നു എന്നുള്ളൊരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഓട്ട മത്സരത്തിലല്ല, ഞാൻ ആരായിട്ടും കോമ്പറ്റീഷനിലല്ല. അല്ല, നമുക്ക് നമ്മളോട് തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മുടെ മോളെ പോലെ കൊച്ചു പിള്ളേരുടെ ഐ എം നോട്ട് കോമ്പീറ്റിംഗ് വിത്ത് എനിവൺ. എനിക്ക് യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ ഞാൻ ഇങ്ങനെ ആരുടെ ചാൻസ് ചോദിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു അംബീഷനും ഇല്ല. പറഞ്ഞു സിദ്ധാർത്ഥ ഭരതനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയില്ലേ ഞാൻ സിനിമാക്കാരനാവില്ലായിരുന്നു. ഇല്ല, കാരണം വേറെ ആരാ എന്നെ പോലത്തെ ഒരാളെ എടുക്കുക. കാരണം സിദ്ധുഭായി, ഞാൻ സിദ്ധുഭായി എന്നാണ് വിളിക്കുന്നത്. സിദ്ധുഭായി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എഴുത്, എനിക്ക് എഴുതാൻ പറ്റും, നീ എഴുതുന്നു. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ എഴുതി. പക്ഷെ എഴുതുമ്പോൾ മനസ്സിലായ എഴുതാൻ പറ്റും. പറ്റും.
അതൊരു ഗുരുനാഥന്റെ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അതെ, തമാശ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 2-3 വരി നമ്മൾ പാടുകയും കൂടി ചെയ്തിരുന്നു ഇല്ലേ? ആ പാട്ടിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ സമയത്ത്? പാട്ടിനോട് എപ്പോഴും ഇഷ്ടമുണ്ട്. പാട്ട് സൗണ്ട് കുറയ്ക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ചെറിയ ശബ്ദത്തിൽ പാട്ടിനോട് എപ്പോഴും ഇഷ്ടമുണ്ട്. പാട്ട് പാടും. അത് നമ്മുടെ ആയിട്ടുള്ള സൗഹൃദ സംഘങ്ങളിലൊക്കെ പാടും. ഒരു ചില്ലായിരിക്കാൻ വേണ്ടിയിട്ട് പാടും. അല്ലാതെ പാട്ട് പഠിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല. പാട്ട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പാട്ടൊക്കെ എല്ലാം. പിന്നെ കരോക്കെ പാടും. അങ്ങനെയൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിലെ വിനോദങ്ങളാണ് അതൊക്കെ ചെയ്യണം. നമ്മൾ ഇവിടെ നാട്ടിലെ തന്നെ അല്ലേ ഒരു കലാകാരന്മാരാണ് ഈ പയ്യനൊരു. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഒരു കുടുംബചരിത്രം അതിൻ്റെ ഒരു ജീനിയോളജി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കലാകാരന്മാരാണ് ഇങ്ങനെ ഒരു നൂലില് കോർത്ത് വെച്ച പോലെ രക്തത്തില് കിട്ടിയ ഐറ്റം തോന്നുന്നു. അല്ലാണ്ട് ഞാനായിട്ടൊരു തീർച്ചയായിട്ടും മറ്റൊരു ഭാഗത്തൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒന്നുമില്ലെങ്കിൽ നാടക കലാകാരായിട്ടെങ്കിലും ഒരുപാട് കലാകാരന്മാരുടെ നാടാണത്. പുതിയ വളർന്നു വരുന്ന കലാകാരൻ മനോഹരൻ തന്നെയാണല്ലേ. മനോഹരൻ ചെറുപ്പത്തിൽ നമുക്ക് മനോഹരനൊക്കെ പേടിയാണ്. സെൻസ് ഒരു സീരിയസ് വ്യക്തിയായിട്ടാണ്. ഞാനെൻ്റെ ഇരട്ട എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചു. മനോഹരൻ മനസ്സിലായില്ലേ? ആ സമയത്ത് മനോഹരനായിട്ട് ശരിക്കും ഞാൻ സംസാരിക്കുന്നത് തന്നെ എന്നത് നമുക്ക് ഒരു ഏട്ടൻ അങ്ങനത്തെ ഒരു വലിയൊരു ചെറുപ്പത്തിലെ ഒരു മാറി നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ആ സിനിമ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് പെർഫോം. അപ്പം നമുക്ക് മനസ്സിലായത് അതിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മമ്മൂക്ക ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ തീർന്ന പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് മമ്മൂക്ക എന്ന് പറയുമ്പോൾ അല്ലേ ഇപ്പം നമുക്ക് കണ്ടാലും ഹായ് ഹലോ എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാനും അദ്ദേഹം ചെയ്യുന്നത് ഏകദേശം ഒരേ ജോലിയില്ലേ, ഒരു ഫ്രെയിമിൽ നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യാം. അപ്പോൾ ആദ്യം എനിക്ക് പേടി വന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു പേടിയുണ്ടല്ലേ, കുറച്ച് പേടിക്കണ്ട. കാരണം അത് ആ ഫ്രൈറ്റ് ഉണ്ടാവും നമുക്ക് ആൾക്കാരുടെ അടുത്ത്. അത് നമ്മൾ കലാകാരൻ എന്നുള്ള രീതി ഒരു ഇൻഹിബിഷൻ ഇല്ലാതിരിക്കുക, അത്രേ നമ്മൾ. കാരണം 100 ആൾ ഇപ്പോൾ ഇത്രയും ആളുകളെ ചുറ്റും നിന്ന് നോക്കുന്നുണ്ട്. എനിക്ക് യാതൊരു ഇൻഹിബിഷനും ഇല്ല, എന്ത് ചെയ്യാനും എന്ത് പറയാനും. അത് നമ്മൾ ഉണ്ടാക്കിയത് ആ സ്റ്റേജിൽ നിന്നും അതേപോലെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം കൂടുതൽ വന്ന സമയത്ത് പറയുന്നൊരു പ്രധാന പ്രശ്നം, നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എവിടെ പോകുന്നുണ്ടെങ്കിലും കുറച്ച് മൊബൈൽ കൊടുത്ത ആൾക്കാർ പുറകെ വരും, ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊരു അവരുടെ ഒരു സ്പേസ് പോലും അവർക്ക് കൊടുക്കുന്നില്ല, എല്ലായിടത്തേക്കും കടന്നു കയറുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അബിക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പാപ്പരാസിത്വം ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ജീവിതത്തിലില്ല, പക്ഷെ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അവരുടേതായ ഒരു സമയം അവർക്ക് കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ അവര് ഇപ്പൊ വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞാല് പിന്നെ അഹങ്കാരിയായി. അപ്പൊ അങ്ങനത്തെ അത് എനിക്കുണ്ടായിട്ടില്ല, ഞാനങ്ങനെ പറയില്ല. നമ്മള് ഒരു പൊതുപ്രവർത്തകരാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുമായിട്ടും അവരിങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ. അന്നും അങ്ങനെ ഇങ്ങനെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് തരത്തിൽ ഒരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ. സ്വാഭാവികം അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനോ? അല്ല അവര് അത് അവരുടെ എനിക്കറിയാൻ പാടില്ല. അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ല, അവർ എൻജോയ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയാറുണ്ട് പ്ലീസ് വെച്ചാൽ അങ്ങനെയൊക്കെ പറയലുണ്ട്. പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പയ്യന്നൂരൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ എങ്ങനെ എല്ലാരും തിരിച്ചറിയുന്നുണ്ട്? പയ്യന്നൂര് നമ്മ പണ്ടേ പയ്യന്നൂരുകാരനാണ്. എനിക്ക് ഇവിടെ എന്നല്ല, ഞാൻ ഏത് സ്ഥലത്തും എന്തായാലും എനിക്ക് യാതൊരു തരത്തിലുള്ള പബ്ലിക് എനിക്ക് വിഷയമേ അല്ല. കാരണം ഞാൻ പബ്ലിക്കാണ്, പബ്ലിക്കിന്റെ ആളാണ് ഞാൻ. അതുള്ളിൽ ഒരു രാഷ്ട്രീയക്കാരൻ കൂടി ഉള്ളത് കൊണ്ടാണ്. എന്ത് രാഷ്ട്രീയം? ഒരു നമ്മൾ രാഷ്ട്രീയക്കാരനാണല്ലോ, നമുക്ക് പണ്ടുണ്ടായിരുന്നു ആഗ്രഹം, ഇപ്പൊ ഇല്ല. എനിക്ക് രാഷ്ട്രീയം യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയം. ഓക്കെ. അപ്പം നമ്മൾ ഇനി മഞ്ഞുമൽ വോയിസിലേക്ക് നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു പാട്ട് പാടിയതിനിടയിൽ സഹസംവിധായകനായി അഭിനയിച്ചു. അപ്പൊ ഈ പണികളുടെ താരതമ്യേന എളുപ്പപ്പണി ഏതായിരുന്നു? താരതമ്യേന എളുപ്പപ്പണി ഏതായിരുന്നു? ഒന്നുമില്ല.
സാധാരണ നമ്മൾ വിചാരിക്കും അഭിനയം വലിയൊരു ബുദ്ധിമുട്ടില്ല, ചില സമയത്ത് അഭിനയം നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ മഞ്ഞുമല്ലിലേക്ക് പോകുന്നത്. കാരണം ഞാൻ പറയുന്ന ഇന്റർവ്യൂസിലും കേട്ടു, രാവിലെ കൊടൈക്കനാലിലൊക്കെ തണുപ്പിൽ കൊണ്ട് എക്സ്ട്രീം സാഹചര്യങ്ങളുണ്ടാവും. അത് മഞ്ഞുമല്ല് പ്രത്യേകിച്ച് ഒരുപാട് എക്സ്ട്രീം സാഹചര്യങ്ങളിലൂടെ, ക്ലൈമറ്റ് ആണെങ്കിലും പിന്നെ മൊത്തത്തിൽ ആ ഒരു ഇമോഷൻ ലൈക്ക് നമ്മൾ എന്താ പറയുക, ഇവൻ ഈ ആദ്യം തന്നെ ഈ റിയൽ മഞ്ഞുമൽ ബോയ്സില്ലേ അവരുടെ അനുഭവങ്ങളെ ഒരു ഡോക്യുമെന്ററി ഒക്കെ ഇട്ട്, അതായത് അവർ പറയുന്നത് മൊത്തം ഒരു ഡോക്യുമെന്ററി പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ പഠിച്ചത്. അവരനുഭവിച്ചൊരു സാധനമാണല്ലോ, അത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ അത് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം എക്സ്ട്രീമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ അവർ ചെയ്യിച്ചു, അത് നമ്മൾ ചെയ്തു, എല്ലാവരും ചെയ്തു. ഞാൻ വളരെയധികം പറഞ്ഞാലേ എനിക്ക് താല്പര്യമില്ലായിരുന്നു പറയായിരുന്നു. പക്ഷേ ഈ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ വൈറലാവും, ഗുണ കേവും കമൽഹാസനും ആ ഒരു പാട്ടും ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ അന്ന് തന്നെ ഒരു തോട്ട് ഉണ്ടായിരുന്നു ശരിക്കും. അത് അവർ ആദ്യം തന്നെ ചിദംബരം ഗണപതി അവർ രണ്ടുപേരുമാണ് അതിന്റെ മഞ്ഞുമൽ ഭജന. പിന്നെ ഗണപതി പറയുമ്പോൾ നമ്മള് കാസ്റ്റ് ചെയ്തതൊക്കെ ഗണപതിയാണ്, അതെല്ലാം പെർഫെക്റ്റ് കാസ്റ്റിംഗും ആയിരുന്നു അല്ലേ, പ്രത്യേകിച്ച് ചന്തു ഒക്കെ അല്ലേ. തീർച്ചയായും അവര് അതിന്റെ ക്രെഡിറ്റ് ഒക്കെ അവർക്ക് തന്നെയാണ്. പിന്നെ പ്ലസ് ഓഫ് കോഴ്സ് സൗബിനും ഷോണും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു, കാരണം ആരും റെഡി അല്ലായിരുന്നു ആ സമയത്ത് അവര്. കാരണം അത്രയും വലിയൊരു ബഡ്ജറ്റിൽ അത്രയും സെറ്റപ്പിൽ. ഈ ഗുണ കേവൊക്കെ ശരിക്കും പറഞ്ഞ ക്ലോസ്ഡ് അല്ലേ, നമുക്ക് സാധാരണക്കാർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ പോയി അതൊക്കെ കാണാൻ സാധിച്ചു അല്ലേ? അത് ഒരു സ്പെഷ്യൽ പെർമിഷൻ കിട്ടി നമുക്ക്. അതെന്ന് വെച്ചാൽ ഒരു ടൈം സ്ലോട്ട് തന്നായിരുന്നു, ഇത്ര ടൈമിൽ പോയിട്ട് ഇത്ര പേര് പോയിട്ട് തിരിച്ചു വരണം. അത് അവിടുത്തെ DFO ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പെർമിഷൻ തന്നതാണ്. ബിക്കോസ് ഹി വാസ് കൊടൈക്കനാലിലെ അന്നത്തെ ഫോറസ്റ്റ് ഓഫീസർ ഒരു മലയാളിയായിരുന്നു, ദിലീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം നമ്മളോടുള്ള സൗബിനോ അങ്ങനെ എല്ലാവരോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പെർമിഷൻ തന്നതാണ്. അതായത് അവിടെ ഈ ആ കേവിൻ്റെ അവിടെ 9:30-10 മണി തൊട്ട് ടൂറിസ്റ്റുകൾ വരും. അപ്പോൾ അത് ഒരുപാട് ജനം വരും അവിടെ. അത് ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമല്ല, അതിന് മുന്നേയും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബാരിക്കേഡ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 9:30-10 മണിയാകുമ്പോഴാണ് അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കുന്നത്. ഞങ്ങൾ അതിന് മുന്നേ പോകും, 6:30 പോയിട്ട് 9:30. അപ്പോൾ ആ തണുപ്പിലാണ്, തണുപ്പിനാണ് പിന്നെയും വെള്ളം ഒഴിച്ച് നിർത്തുന്നത്. അവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചതൊക്കെ സെറ്റിട്ടല്ല, നമ്മള് സെറ്റിലായിരുന്നു. അപ്പോൾ പറഞ്ഞു എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, എല്ലാം എൻജോയ് ചെയ്യുന്നുമുണ്ട്, എന്നിലേക്ക് വരുന്നതൊക്കെ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അപ്പോൾ വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഇപ്പോൾ SN സ്വാമി സാറിൻ്റെ മൂവി, ഇപ്പോൾ സീക്രട്ട് എന്ന് പറഞ്ഞ മൂവി, അതിനകത്തൊരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് SN സ്വാമി സാറ് നേരിട്ട് വിളിച്ച് നമ്മൾ അങ്ങനെ, അതെനിക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടുന്ന പോലത്തെ ഒരു സാധനമാണ്. SN സ്വാമിനെ പോലത്തെ നമ്മൾ പണ്ടേ ധ്രുവം അങ്ങനെ അല്ലേ, നമ്മളെല്ലാം CBI, ധ്രുവം തുടങ്ങി SN സ്വാമി ഒരു ഫിഗറാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ കണ്ടിട്ടില്ല, ഇന്നലെ റിലീസ് ചെയ്തത്, അതിപ്പോൾ തിയേറ്ററിലുണ്ട്, അതിനകത്തുണ്ട്. പിന്നെ ആസാദി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങാനുണ്ട്, ഭരതനാട്യം എന്നൊരു സിനിമ ഇറങ്ങാനുണ്ട്, ഉടുമ്പൻചോല വിഷൻ എന്നൊരു സിനിമ ഇറങ്ങാനുണ്ട്, ആർമാദം എന്നൊരു സിനിമ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊജക്റ്റ് മുന്നിലുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടും ഇതുപോലെ സക്സസ് ആയി പോവട്ടെ. സംവിധാനത്തിൽ ഒരു സിനിമ ഏറ്റവും അടുത്ത് തന്നെ നമുക്കൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന എന്താ പിന്നെ സംവിധാനം ഇന്ന് അങ്ങനെ പെട്ടെന്ന് ആർക്കും പറ്റുന്ന പണിയൊന്നുമല്ല, കുറച്ച് പണി കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിന് സ്കെപ്റ്റിക്കലാണ്, പേടിയുണ്ട്. പക്ഷെ എന്നാലും അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. പേടി. ഓക്കെ, അപ്പൊ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിന്, നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് കഴിഞ്ഞല്ലേ, എല്ലാത്തിനും നന്ദി പറയുന്നു. നമുക്ക് ഭയങ്കര താങ്ക് യു സോ മച്ച്.